വിമാന ഇന്ധന വില പ്രതിസന്ധിയെ തുടർന്ന് കൂടുതൽ സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ എയർ ഇന്ത്യ. ജൂലൈ വരെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിച്ചുരുക്കും. ആഭ്യന്തര സർവീസുകളിൽ ഭക്ഷണം ഒഴിവാക്കാനും ആലോചനയുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഇത് എത്രത്തോളം സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നതിനെ കുറിച്ചാണ് എയർ ഇന്ത്യ ആലോചിക്കുന്നത്? ഈ പ്രതിസന്ധി എപ്പോഴാണ് മറികടക്കാൻ കഴിയുക? അന്താരാഷ്ട്ര സർവീസുകളാണല്ലോ വെട്ടിച്ചുരുക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിദിനം 100 സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നതാണ് ഇപ്പോൾ എയർ ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനം. അതിൻ്റെ ഒരു അറിയിപ്പ് ഇതിനോടകം തന്നെ ആഭ്യന്തരമായി എയർ ഇന്ത്യ നൽകി കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടിയാണ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ നിന്നൊരു ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും മുക്തമാകുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ ATF-കൾക്ക്, അതായത് ഈ വിമാന ഇന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ എക്സൈസ് തീരുവ ഒഴിവാക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ മാത്രമായിരിക്കും ഈ പറയുന്ന പ്രതിസന്ധി വിമാന കമ്പനികൾക്ക് മറികടക്കാൻ സാധിക്കുക. നിലവിൽ അന്താരാഷ്ട്ര സർവീസുകൾക്ക് 5% കൂടുതൽ വില വർധനവ് ഇന്നലത്തോടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതോടെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എയർ ഇന്ത്യ എത്തിയിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ അന്താരാഷ്ട്ര സർവീസുകൾ പ്രതിദിനം 100 സർവീസുകൾ വെച്ച് വെട്ടിച്ചുരുക്കും. ഇതിനോടകം തന്നെ 10% സർവീസുകൾ വെട്ടിച്ചുരുക്കിയാണ് എയർ ഇന്ത്യ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തര സർവീസുകളിൽ ഈ ഭക്ഷണം ഒഴിവാക്കാനുള്ള, അത് ഓപ്ഷനിലാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി എയർ ഇന്ത്യ കടക്കുകയാണ്. അതിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു കാര്യം വന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് 250 മുതൽ 300 രൂപ വരെ ടിക്കറ്റിൽ ഇളവ് ലഭിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും വ്യോമയാന മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. ഇന്ധന വില, വിമാന ഇന്ധനത്തിൻ്റെ വിലയ്ക്ക് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ തീരുവ ഒഴിവാക്കിയില്ലെങ്കിൽ കമ്പനികൾ അടച്ചുപൂട്ടേണ്ട, പ്രത്യേകിച്ചും വിമാന സർവീസുകളെല്ലാം തന്നെ ഗ്രൗണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അതിപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു. ഈ ഒരു പ്രശ്നം, പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മറ്റ് വിമാന കമ്പനികളും പോകും. പ്രത്യേകിച്ചും ഇൻഡിഗോയാണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ നടത്തുന്നത്. ആഭ്യന്തര സർവീസുകളിലേക്കും ഈ പ്രതിസന്ധി അടിച്ചു കഴിഞ്ഞാൽ അത് വ്യോമയാന മേഖലയെ തന്നെ താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ കമ്പനികളെല്ലാം വ്യക്തമാക്കുന്നത്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.